എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ പിസ്സ. അത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ബ്രെഡ് 4 എണ്ണം, മുസല്ല ചീസ് ആവശ്യത്തിന്, ബട്ടർ, പിസ്സ സോസ്, ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, കേബേജ് ചെറിയൊരു കഷ്ണം, സബോള പകുതി, കാപ്സിക്കം ചെറിയ കഷ്ണം, മുട്ട 2 എണ്ണം, കുരുമുളക് പൊടി 1 സ്പൂൺ, പാല് ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്. നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതായത് നീളത്തിൽ നൈസായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അതിനായി ഞാൻ ആദ്യം സബോള കട്ട് ചെയ്യാണ്. സബോള കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നൈസായിട്ട് നീളത്തിൽ കാബേജും കട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് മഷ്റൂമോ തക്കാളിയോ ആഡ് ചെയ്യാം. അതല്ല ഇതിലെ ഏതെങ്കിലും വെജിറ്റബിൾസ് വേണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം അത് 3 കളറിൽ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഈ കളർ മാത്രമേ ഉള്ളൂ. യെല്ലോയും അതുപോലെ തന്നെ റെഡും കൂടെ ആഡ് ചെയ്താൽ ഇത്തിരി കൂടെ ഭംഗിയാവും. അങ്ങനെ കേബേജും അരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി കനം കുറച്ച് അരിയാം. ക്യാപ്സിക്കം എല്ലാം അങ്ങനെ ചെറുതായി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാരറ്റ് അരിയേണ്ടതുണ്ട്. ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതമാണ് വേണ്ടത്. അത് ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ, കാബേജ്, ക്യാപ്സിക്കം, സബോള ഇതെല്ലാം 2 ടേബിൾ സ്പൂൺ വീതമാണ് നമുക്ക് ആവശ്യം. ഞാൻ ക്യാരറ്റ് കൊത്തി അരിയാണ് ചെയ്യുന്നത്. അതായത് കൊത്തി ചെറുതാക്കി അരിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് കനം കുറച്ചിട്ട് കിട്ടണുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. കനം കുറച്ച് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. വെജിറ്റബിൾസ് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം, നന്നായിരിക്കും. ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ പക്ഷേ ഇന്നത് ചെയ്യണില്ല, വീഡിയോ എടുക്കണതുകൊണ്ടാണ് ചെയ്യാത്തത്. സാധാരണ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്താൽ നന്നായിരിക്കും. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് പകരമായിട്ട് ഞാനിതെല്ലാം കൂടെ കൈവച്ച് മിക്സ് ചെയ്യാണ്. നിങ്ങൾ 2 മിനിറ്റ് നേരം പാനിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ബ്രെഡ് പിസ്സയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബ്രെഡ് ഒന്ന് അതിൻ്റെ അരിവശം കട്ട് ചെയ്ത് വെക്കണം. ബ്രെഡിൻ്റെ അരിവശം നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വെക്കാം. ബ്രെഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ച് അതൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി സോഫ്റ്റ് കൂടുതൽ കിട്ടും. അതിനാണ് ഞാൻ പാൽ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ 2 മുട്ടയുടെ ആവശ്യം വരും. ഞാൻ പക്ഷേ 1 മുട്ട ഇതിൽ എടുക്കണുള്ളൂ, ബാക്കി പാലാണ് ആഡ് ചെയ്യണത്.
നിങ്ങൾ 2 മുട്ടയും അതിനനുസരിച്ച് ഒരു 2 സ്പൂൺ പാലും ആഡ് ചെയ്യണത് നന്നായിരിക്കും. ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പാല് ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പുപൊടി ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഞാൻ ബ്രെഡ് ഒന്ന് ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉപ്പുള്ള ബട്ടറാണ് ഉള്ളതെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യരുത്. അതായത് ഇപ്പോൾ ഞാൻ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബട്ടർ ഉപ്പുള്ളതാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ഇടരുത്. മുട്ടയെല്ലാം അങ്ങനെ അടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഞാൻ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇത് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോ ബ്രെഡായി വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ 4 ബ്രെഡും ഒരുമിച്ച് ടോസ്റ്റ് ചെയ്യാണ്. ഒരു സൈഡ് മാത്രമേ നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, മറ്റേ സൈഡ് ടോസ്റ്റ് ചെയ്യരുത്. ഈ ടോസ്റ്റ് ചെയ്ത ഭാഗത്താണ് നമ്മൾ വെജിറ്റബിൾസും സോസും എല്ലാം ആഡ് ചെയ്യണത്. അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗം ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ബട്ടർ ആഡ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. വെറുതെ ഒരു പാനിൽ ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. ബ്രെഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാൻ ഒന്നുകൂടെ കത്തിച്ച് അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും പുരട്ടണം. പാൻ നമ്മൾ സിമ്മിലാണ് ഇടാൻ പാടുള്ളൂ. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്. സിമ്മിലിട്ട് ബട്ടർ ഉരുക്കിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും പുരട്ടി വയ്ക്കാൻ. ബ്രെഡെല്ലാം മുട്ട മിക്സിൽ മുക്കിയിട്ട് വേണം നമുക്ക് പാനിലോട്ട് വെക്കാനായിട്ട്. അതിനായി ഞാൻ എല്ലാ ബ്രെഡും എടുത്തിട്ട് മുട്ടയുടെ മിക്സിൽ മുക്കി തയ്യാറാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ഇത് പാനിലേക്ക് മാറ്റേണ്ടതുണ്ട്. എല്ലാ ബ്രെഡും അങ്ങനെ മുട്ട മിക്സിൽ മുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ബ്രെഡായി എടുത്തിട്ട് പാനിലേക്ക് വെക്കാം. ഈ സമയത്ത് നമ്മൾ പാൻ ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ ബ്രെഡായിട്ട് അതിലേക്ക് വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് മുകൾ വശത്തായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് വെക്കാനായിട്ട്. ഒരിക്കലും ടോസ്റ്റ് ചെയ്ത ഭാഗം അടിയിലേക്ക് പോകരുത്. ടോസ്റ്റ് ചെയ്ത ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ 4 ബ്രെഡും ഞാൻ പാനിൽ വെച്ചു. റൗണ്ട് ഷേപ്പാണ് എനിക്കിഷ്ടം. അതിനായിട്ട് ഞാൻ ഈ ചട്ടകം കൊണ്ടുവന്ന് റൗണ്ട് ഷേപ്പ് ആക്കുകയാണ്. ബ്രെഡ് നല്ല സോഫ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഫസ്റ്റ് പിസ്സ സോസാണ് ആഡ് ചെയ്യേണ്ടത്. പിസ്സ സോസ് ഇല്ലാത്തവർക്ക് ടൊമാറ്റോ കച്ചപ്പിൽ ഒറിഗാനോ പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഞാനിതിലേക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് നമുക്ക് ഇതിലേക്ക് എല്ലാ വശത്തേക്കുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കിടക്കണം. ഒരിക്കലും കത്തിക്കരുത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. മൊസറല്ല ചീസ് എല്ലാവരും ആയതിനു ശേഷം അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം കൂടെ നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. അതിനുശേഷം 2 മിനിറ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് അടച്ചു വെക്കാം.
ഇനി ഗ്യാസ് കത്തിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചീസെല്ലാം മെൽറ്റായി പിസ്സ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.